ചെടി അതി വെച്ച് കിളിപ്പിക്കുക മീനൊക്കെ തരാം. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അതിന്റെ വെള്ളം മേടിച്ചില്ലേ, എന്താ അതിന്റെ പേര്, അതൊക്കെ പാടിപ്പോയി. എന്ത് പറ്റിയ പോട്ടെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തോ അത്ര ക്ഷീണം ചേട്ടന്? തിരി കത്തിക്കുന്നില്ലയോ? കാരണം എന്തോ എനിക്ക് വയ്യായിരുന്നു, ഞാൻ ഉറങ്ങി പോരും, മേടിച്ചില്ല. തിരി കത്തിക്കുന്നിടത്തോട്ട് വെച്ചത് ഇത്രയും സാധനം. ഇന്ന് ജോലിക്ക് പോയത് ഉച്ചയ്ക്കാണ്. ഉച്ചയ്ക്കെന്ന് വെച്ചാൽ ഒരു 2 മണി കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോയത്. പിന്നെ രാവിലെ തൊട്ട് ഓരോരോ കാര്യങ്ങൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പോയപ്പോൾ ആ സമയമായി. പോകുന്നില്ലെന്ന് വിചാരിച്ചതാണ്. പിന്നെ നാളെ പല്ലിൻ്റെ കാര്യത്തിനൊക്കെ പോകണം. അതുകൊണ്ട് ഇന്ന് ഈ ഫുൾ ഡേ എങ്ങനെ എടുക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് ഇന്ന് അങ്ങോട്ട് പോയി. പിന്നെ കുറേ ബില്ല് എൻട്രി ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം എൻട്രി ചെയ്ത് വെച്ചു. ഒത്തിരി ഉണ്ട്. 2 ദിവസം, ഒരു ദിവസം അവധി എടുത്ത ഇരട്ടി പണിയാണ്. പിന്നീട് വരുന്ന വഴിക്ക് ഒരു പാക്കറ്റ് ചപ്പാത്തി മേടിച്ചു. നാളെ ഞാൻ പറഞ്ഞില്ലേ പല്ലിൻ്റെതിന് പോകണം, വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് രാവിലെ കൊണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചപ്പാത്തി വാങ്ങിച്ചു. പിന്നെ ഒരു പാക്കറ്റ് കല്ലുപ്പ്, പിന്നെ ഇച്ചിരി മീൻ മേടിച്ചു. 1/2 കിലോ കേര മേടിച്ചു. അത് കറി വെച്ചാൽ നാളെ ചപ്പാത്തിക്ക് അത് പറ്റുമല്ലോ, അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ മീനൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കുളിച്ച് ജപിച്ച് വരട്ടെ. പിന്നെ ഇന്നത്തെ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല, അത് ചെയ്യണം. അലച്ചിലാണ്, ഓട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട്. ഒട്ടും വയ്യായിരുന്നു എനിക്ക് പോകാനിന്ന് കേട്ടോ. അതും വെയിലും അല്ലായിരുന്നു. പിന്നെ പോയി അങ്ങ്. പിന്നെ വേറെ എന്താണ് പ്രിയങ്ങളെ വിശേഷം? ഇതൊക്കെയാണ് വിശേഷം. ഞാൻ കുളിച്ച് ജപിച്ച് വരാം. മീനൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ട് കുളിച്ച് വരാം കേട്ടോ. മീനൊക്കെ കഴുകിയെടുത്ത് വെച്ചേക്കുന്ന കുളിച്ച് ജപിച്ച് വന്ന് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയൊക്കെ എടുക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്ന സമയത്ത് ഒരു സന്തോഷമുണ്ടായി. ഞാനത് പറയാൻ ഇന്നലെയൊക്കെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. വേറൊന്നുമല്ല, എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു ചേച്ചിയുണ്ട്. ചേച്ചി യൂക്കേലാണ് ചേച്ചി. അപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്, എറണാകുളത്താണ്. അപ്പോൾ ചേച്ചി കൊച്ചോളുടെ വീഡിയോയും കാണും. അങ്ങനെ കൊച്ചോൾ എളമക്കര എന്ന് പറയുന്ന സ്ഥലത്ത് എന്തോ ഒരു ജോലിയുടെ, ഒരു പാർട്ട് ടൈം ജോബിൻ്റെ കാര്യം തിരക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അവിടെയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞ് ചേച്ചി കൊച്ചോളും കൂടി കണ്ടിട്ട് വീഡിയോ കോളൊക്കെ ചെയ്ത് ഞാൻ സംസാരിച്ചു. ചേച്ചിക്ക് എന്നെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് എന്താണ് എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും തോന്നി. നേരിട്ട് അങ്ങോട്ട് പോയി കാണണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ സാഹചര്യം അതിനെ അനുവദിക്കുന്നില്ലല്ലോ. പിന്നെ അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. ആശയെന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി എല്ലാ വീഡിയോയ്ക്ക് കമൻ്റൊക്കെ ഇടുന്നതാണ് കേട്ടോ. കൊച്ചുകൾക്ക് കുറേ സ്വീറ്റ്സും പിന്നെ അവരെല്ലാവരും കൂടെ പോയി ലൈമൊക്കെ കുടിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു കൊച്ചുകൾക്ക്. എന്നോട് പറഞ്ഞു എനിക്കങ്ങ് സന്തോഷം കൊണ്ട് കരയാൻ തോന്നി. അത്രയും സ്നേഹമായിരുന്നു ചേച്ചിക്ക് എന്നൊക്കെ. പിന്നെ കൊച്ചുകൾ വരുന്നുണ്ട്. കൊച്ചുകൾ പോയാണൊക്കെ വന്നിട്ടില്ല ഇങ്ങോട്ടെ. നാളെ, അതായത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുന്നുണ്ട്. പോരുന്നതിൻ്റെ കാര്യമൊക്കെ എൻ്റെ പ്രിയങ്ങളോട് ഞാൻ പറയാം.
കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ഉച്ചയ്ക്ക് അത്രയും അലഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് പോയി. അവിടെ ഒരു വിധം ഇരുന്ന് ബില്ലെല്ലാം എൻട്രി ചെയ്തു. അതൊരു സമാധാനമുണ്ട്. അല്ലെ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് കിടന്നു എനിക്ക് വട്ടി പിടിച്ചേ. അതൊന്നും മാമന് ഇഷ്ടപ്പെടത്തില്ല. എന്തുവാ എന്താ ചാച്ചൻ എന്തോ റിലീസായി കുഞ്ഞോ എന്തിനാ കരഞ്ഞേ? കുഞ്ഞോ വരുന്നില്ല കേട്ടോ. കിടന്നു കാല് നീട്ടി വെച്ചും കിടന്ന്. അമ്മമ്മ പോന്ന നോനോ പറയുന്നു. എളുപ്പം മീൻകറി വെക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂക്കും ജാനിക്കുട്ടിയും കുഞ്ഞോനും എല്ലാവരും കൂടി വന്നത്. മാമി ഉണ്ടായിരുന്നു. മാമിയുടെ ഒരു റിലേറ്റീവിൻ്റെ വീടിൻ്റെ പാല് കാച്ചായിരുന്നു. അവർ വൈകിട്ട് അവിടെ വരെ പോയിട്ട് വന്നതാണ്. എളുപ്പം മീൻ അങ്ങോട്ട് കറി വെക്കട്ടെ. മെഴുക്കുവരട്ടി അവിയലും മോരും ഒക്കെ ഇരിപ്പുണ്ട്. ചോറും ഒന്ന് ചൂടാക്കണം. അതിൻ്റെ ഇടയ്ക്ക് 2-3 പേരെ കോൾ ചെയ്യാനുണ്ട്. കോൾ ചെയ്തിട്ട് മീൻ കറി ആവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. നടക്കുമെന്ന് തോന്നുന്നില്ല, നോക്കട്ടെ. ഇച്ചിരി ലോങ് വീഡിയോ ആണത്. കുറേ കാര്യങ്ങൾ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ, അതുകൊണ്ട് അത് ക്ലിയറായിട്ട് എഡിറ്റ് ചെയ്തിടണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല, നോക്കട്ടെ. മീൻകറിയൊക്കെ റെഡി ആയിരിക്കും കേട്ടോ. ഇത് മെഴുക്ക് വരട്ടിയാണ്, ചൂടാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിരുന്നതാണ്. ചോറൊക്കെ വാർത്തിട്ടു. ഇനി നമുക്ക് അത്താഴം കഴിക്കാമേ. നമ്മൾ 2-3 ദിവസമായിട്ട് ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു നിർത്തേൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ആ വീട്, അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നിടത്ത് പോയി ഞങ്ങൾ ആ വീട് കണ്ടു. ഞാനും മുത്തും കൂടിയാണ് പോയത്. ആ വീടും വസ്തുവൊക്കെ കണ്ട് നമ്മൾ ആ വിലഭാഗമൊക്കെ ആലോചിച്ച് നമ്മൾ തിരിച്ചു പോരുത്. വീട് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, വിലയുടെ ഭാഗമൊക്കെ ആലോചിച്ച് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മൾ തിരിച്ചിങ്ങിട്ട് വന്നു. ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വസ്തു നോക്കുന്നു, വീട് നോക്കുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. ആദ്യം നമ്മൾ നോക്കിയ സമയത്ത് 1-2 പേര് എന്നോട് ഒരു വീട് വസ്തു ഒന്നിച്ചുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ താമസിച്ചിരുന്ന ഇടത്ത് കുറച്ച് അടുത്ത് തന്നെയായിരുന്നു. അപ്പം ഞാനതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനുള്ളൊരു മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അവിടെ പോയില്ല, നോക്കിയില്ല, കാണാൻ പോയില്ല വീട്. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ ഈ വിവരം എന്നോട് പറഞ്ഞു, ഒരു വീടുണ്ട്, നീ പോയി നോക്ക്, വെള്ളമുണ്ട്, വഴിയൊക്കെ ഉണ്ട്, പോയി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനും അമ്മയും കൂടെ പോയത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നും തീരുമാനമായിട്ടില്ലായിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഒരു വസ്തു കണ്ടിട്ട് വന്ന ദിവസം
വസ്തുവിൻ്റെ ഉടമസ്ഥ ആ ചേച്ചിയുണ്ട്. ആ ചേച്ചി എന്നെ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ നമ്മൾ ഒരു പ്രതിബന്ധം ഉണ്ടായിരുന്നത് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളത് മുന്നോട്ട് നീങ്ങാം എന്നുള്ള തീരുമാനം എടുത്തത് അന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിലഭാഗമൊക്കെ സംസാരിച്ചു. അപ്പോൾ വീടിന് കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ഉണ്ട്, കുറച്ചല്ല നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ നമ്മൾ ഈ ഒരു എമൗണ്ട് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് ഞാൻ 1-2 കൂട്ടരെയൊക്കെ വിളിച്ച് വർക്കിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ചോദിച്ച് വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ടൈലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അടുക്കളയിലും ബാത്റൂമിലും മാത്രമേ ടൈലിട്ടിട്ടുള്ളായിരുന്നു. ബാക്കിയുള്ളിടം ടൈലിടാനുണ്ടായിരുന്നു. പിന്നെ പെയിൻറ്റിങ്, പ്ലംബിങ് കുറച്ച് വർക്കുണ്ടായിരുന്നു. പിന്നെ വയറിങ് കുറച്ച് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 കൂട്ടരെ വിളിച്ച് ഞാനിങ്ങനെ വർക്കിൻ്റെ കാര്യം സെപ്പറേറ്റ് ചോദിച്ച സമയത്ത് എനിക്ക് അങ്ങോട്ട് ഇതായില്ല. കാരണം ഒത്തിരി പൈസ ആകുന്നു എന്നുള്ള ഒരിത്. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ അമ്മയ്ക്കൊക്കെ വീട് വെച്ച ആ കോൺട്രാക്ടറെ വിളിച്ചു. പുള്ളി വന്ന് കണ്ടിട്ട് ഒരു എമൗണ്ട് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് നോക്കിയിട്ട് പിറ്റേ ദിവസം അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് എന്നോട് എത്ര എമൗണ്ട് ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നിടത്താണ്. ഞാനപ്പോൾ ആ എമൗണ്ട് കേട്ടപ്പോൾ എനിക്ക് ഇത് കുറച്ചിനിയും പറ്റൂല. കാരണം ഞാൻ ആദ്യം നോക്കിയ റേറ്റും ഇതെല്ലാം കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് വേണമെങ്കിൽ എനിക്ക് ചെയ്യിക്കാം എന്നുള്ളത് മനസ്സിലുണ്ട്. പക്ഷേ ഇതിനുള്ള എമൗണ്ട് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, വീടും വസ്തുവും കൂടെ വാങ്ങിക്കാനുള്ള എമൗണ്ടും ഈ വർക്കിനുള്ള പൈസയും കൂടെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ആലോചിച്ച് ഞാൻ കുറേ നീറിപ്പോകാൻ ഇങ്ങനെ ഇരുന്നൊരു ദിവസമുണ്ട് കേട്ടോ. ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും, എന്തോ ചെയ്യും, എങ്ങനെ ചെയ്യും, ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഒത്തിരി ആവലാതി പിടിച്ചിരുന്ന ഒരു ദിവസമാണ്. ഒരു ദിവസം വൈകിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും മുത്തും അമ്മയും കൂടി സംസാരിച്ച ഒരു കാര്യം എൻ്റെ കയ്യിൽ എത്തപ്പെട്ട ഒരു ദിവസം. അതായത് നമുക്കൊരു വീടുണ്ടാകുമ്പോൾ ആ വീട്ടിൽ ഒരു തിരുഹൃദയത്തിൻ്റെ രൂപം പ്രതിഷ്ഠിക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ മനസ്സിലും ഉണ്ടായി. അങ്ങനെ ഒരാഗ്രഹം ഞാൻ മുത്തിനോടും പറഞ്ഞു. ഞങ്ങൾ അതിനെപ്പറ്റി കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എന്താണ് വർക്ക് ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിക്കാമെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ 1-2 ഫോട്ടോ മുത്തെനിക്ക് സെർച്ച് ചെയ്ത് നമ്മുടെ പിൻട്രസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് എനിക്ക് അയച്ചും തന്നു കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ എൻ്റെ ഫോണിൽ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ നമുക്ക് അതിലൊക്കെ പോകാനുള്ള സമയമായില്ല. നമുക്ക് വീടില്ല, വീടിൻ്റെ കാര്യങ്ങളൊന്നും ആയില്ല. പക്ഷേ ഇതിങ്ങനെ മനസ്സിൽ കിടക്കുന്നുമുണ്ട്. അന്ന് ഈ ദിവസം ഞാൻ അന്ന് അങ്ങനെ ആലോചിച്ചിരുന്ന ദിവസം എനിക്കൊരു കൊറിയർ വന്നു. ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് കേട്ടോ. കൊറിയർ വന്നു. ആ കൊറിയർ പൊട്ടിച്ചപ്പോൾ എനിക്ക് വന്നത് ഞാൻ ഉദ്ദേശിച്ച ഞങ്ങൾ സംസാരിച്ച ആ ഒരു രൂപവും ആ ഫോട്ടോയുമായിരുന്നു. അപ്പോൾ അതെൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് അത്ഭുതമാണോ സന്തോഷമാണോ സങ്കടമാണോ എന്നും പറയാൻ പറ്റാത്ത ഒരു എന്താ ആ ഒരു ഫീലിന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരവസ്ഥ എൻ്റെ മുന്നിൽ ശരിക്കും ദൈവം പ്രത്യക്ഷപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന പോലെ. ഞാൻ ആ പാഴ്സൽ വന്ന് ഇത് പൊട്ടിക്കുന്ന സമയത്തൊന്നും എനിക്കിതിനെപ്പറ്റി ഒരു ഗ്രാഹ്യവും ഇല്ല. ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടില്ല, എന്നോട് ഇന്ന പോലെ അയക്കുമെന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് എൻ്റെ ഹൃദയം അങ്ങോട്ട് പൊട്ടിപ്പോയ പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയോ, നീ ആഗ്രഹിച്ചത്, നിന്റെ മനസ്സിൽ കണക്ക് കൂട്ടിയത് വേറൊരാളിലൂടെ ദൈവം എന്നിലേക്ക് എത്തിച്ചു. നിൻ്റെ വീട്ടിലേക്ക്, നിനക്കൊരു വീടുണ്ടാകുമ്പോൾ നിൻ്റെ വീട്ടിലേക്ക് കുടിയിരിക്കാനായിട്ട് ഞാൻ നിൻ്റെ കയ്യിലെത്തി. നീ പറയാതെ, നീ അറിയാതെ നിൻ്റെ കയ്യിലേക്ക് വരാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ നിൻ്റെ കാര്യങ്ങൾ നടത്താൻ എനിക്ക് കഴിവുള്ള ദൈവമാണ് എന്ന് എന്നോട് പറയുന്നത് പോലെയാണ് അന്നത്തെ ആ ദിവസം ആ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അങ്ങനെ ഞാൻ ആ കോൺട്രാക്ടർക്ക് വാക്ക് കൊടുത്ത് നമുക്ക് വർക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു വീടും വസ്തുവും കൂടെ നമ്മുടെ പേരിൽ നമുക്ക് കയറി താമസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ തുടങ്ങി. അങ്ങനെ ആ ഒരു ദിവസം അതിൻ്റെ വർക്ക് തുടങ്ങാം എന്നുള്ള തീരുമാനമെടുത്തു. അങ്ങനെ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു ചെയ്തത്. നിങ്ങൾക്കൊരു 10 മിനിറ്റോ 5 മിനിറ്റോ ഞാനിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന പോലെ തോന്നും. പക്ഷേ ഈ കുറേ മാസങ്ങളായിട്ട് ഞാൻ അനുഭവിച്ച മാനസിക അവസ്ഥ എന്താണെന്നുള്ളത് ലോകത്തിൻ്റെ കീഴിൽ ഒരാൾക്കും അറിഞ്ഞുകൂടാ. ഈവൻ എനിക്ക് പോലും അറിഞ്ഞുകൂടാ ഞാൻ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. ഒരാളോടും എനിക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. സ്വയം അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കുറേ വലിയൊരു തീഗോളം നെഞ്ചിലിരിക്കുന്ന ഒരവസ്ഥയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രിയങ്ങളെ. അപ്പം അറിയാലോ, നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ
നമ്മളെ അവിടെ നിന്നും ഇവിടെ നിന്നും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ പോയാൽ നമുക്കതൊന്നും നടക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എന്തൊക്കെയോ പറഞ്ഞപ്പോഴും കുറേ പ്രിയങ്ങൾ പറഞ്ഞു അവരും പറയുന്നതൊക്കെ കേട്ടാൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. ശരിയാണ്. അങ്ങനെ കേട്ട് നമ്മൾ പിന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിലും വിജയിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല. പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ ആവലാതിപ്പെടും. അതൊരു മനുഷ്യ സഹജമായ കാര്യമാണ്. എത്ര മൈൻഡ് ചെയ്തില്ല, സഹിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോവും. അപ്പോൾ ആ ഒരവസ്ഥയിലൊക്കെ ആയിരുന്നു പ്രിയങ്ങളെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്. അപ്പം അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും വീഡിയോസ് ഇടാതെ പല കാര്യങ്ങളും നിങ്ങളിലേക്കൊന്നും ഷെയർ ചെയ്യാതെ ഒക്കെ ഇരുന്നത്. പിന്നെ എൻ്റെ പാചക വീഡിയോ മുടങ്ങിയത് ശരിക്കും മാനസികമായിട്ട് നമുക്ക് ഒന്നും അങ്ങോട്ട് ഓക്കെ അല്ല. പിന്നെ അതുകൊണ്ട് പാചകമൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നതൊക്കെ കഴിക്കുന്നു, അമ്മയുടെ എടുക്കുന്നോ എവിടുന്നെങ്കിലും എടുത്തുകൊണ്ട് വരുന്നു, ചോറ് വെക്കുന്നു, കഴിക്കുന്നു. അല്ലാതെ നമ്മൾ ആസ്വദിച്ചൊരു പാചകം ചെയ്ത് നമ്മൾ ആസ്വദിച്ച് ഫുഡ് കഴിച്ച് അതൊക്കെ കാലങ്ങളായിട്ട് നടക്കുന്നില്ല. ഇതെല്ലാത്തിനും ഒരു സമയം ദൈവം കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് അത്താഴം വിളമ്പാവേ. മോനുവേ വാ വാ മുത്തേ. മീൻകറി ഇട്ടിരിക്കുന്നു. മീനൊന്നും വേണ്ടേ? ഒരാൾ കഞ്ഞി കുടിക്കാം, മോര് കഞ്ഞി. അവന് കഞ്ഞി മതിയെന്ന്, മോരൊഴിച്ച് കഞ്ഞി. മീൻകറി അവിടെ നിന്ന് എടുക്കും കേട്ടോ. ബാക്കിയെല്ലാം അവര് തുറന്നത് ഇന്ന് അവിടെ അവർക്ക് മേളി വെള്ളം എടുക്കാനേ അവര് തുറന്നത്. അത് ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിലും ക്ലീൻ ചെയ്യണമല്ലോ. മോര് കറി, അവിയൽ അമ്മ തന്നതാട്ടോ. അവിയൽ മെക്കോരട്ടി വിളമ്പ. മീൻകറി കഴിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കാം. വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഇന്ന് തൽക്കാലം ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.